73, 74, 75, 78, 79. ഇത് ഇതുവരെ സ്റ്റാർട്ടായില്ലേ? ഇപ്പൊ സ്റ്റാർട്ടാവും മക്കളെ. 100ാമത്തെ അടിയിൽ സ്റ്റാർട്ടായിരിക്കും. 80, 80. 100ാമത്തെ അടിയിൽ സ്റ്റാർട്ട് ആയില്ലെങ്കിലാ? പിന്നെ 1000 നോക്കിയാൽ 83. നിങ്ങൾ എന്തിനാ കളിക്കണ? കല്യാണം ഇന്നാണ്. തന്നെയാടാ, ഇത് നീ നേരത്തെ പറയാത്തത്. എന്നാ മിനിങ്ങോട്ട് അടിച്ചു തുടങ്ങായിരുന്നു. നമുക്ക് ആ വണ്ടി എടുത്താല? എഞ്ചില്ലാത്ത വണ്ടി ഇങ്ങനെ ഓടണം. ആ വണ്ടിയുടെ എഞ്ചിൻ എവിടെ പോയി? അതിലെന്റെ അകത്തിരിക്കണ. ഉണക്ക വണ്ടി കൊണ്ട് സ്റ്റാർട്ടും ആവൂല. ഉണക്ക വണ്ടിയാ ഇത്. കയ്യിൽ കിട്ടുമ്പോഴേ ഫ്രഷ് വണ്ടിയായിരുന്നു. ആരാ കയ്യില്? എന്റെ മുതുമുത്തച്ഛന്റെ കയ്യില്. വിശ്വസിച്ച് ഈ വണ്ടി ഒരു സ്ഥലത്തെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റോ? പറ്റും. എങ്ങനെ? ഇതിന്റെ പുറകീന്നേ വല്ല ലോറിയാ പിക്കപ്പാ കൂടെ കൊണ്ടുപോയാൽ മതി. ഇത് നിന്ന് പോയാലേ അതിന്റെ പുറകെ വെച്ച് കെട്ടിക്കൊണ്ട് വരാല്ല. നീ എന്റെ അടുത്ത് നിന്ന് തളം വിടാതെ നിന്റെ തള്ള ഇറങ്ങിയാ നോക്ക്. ഈ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പോലും അവൾ ഇറങ്ങൂല. അപ്പൊ അവരിതുവരെ ഇറങ്ങിയില്ലേ? എന്റെ പായസവും പപ്പടവും ഒക്കെ തീർന്നു പോവേ ഉള്ളൂ. അമ്മ അമ്മ ഇതെവിടെ പോയി കിടക്കണമെന്തോ. ഇവ ഇതുവരെ ഒരുങ്ങിയില്ലേ? എടാ നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? എന്തിനാ നീ കല്യാണത്തിന് വരല്ലേന്ന്? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് നേരിട്ട് കുറി തരാത്ത കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ല. ഓ അവന്റെ കുറി. നീ ഇന്നലെ ഷാഹിദ മാമിയുടെ മോളെ കല്യാണത്തിന് പോയി വെട്ടി വിഴുങ്ങണ കണ്ടല്ല? അവര് നിന്നെ കുറി തന്നിട്ടാണ് നീ പോയത്. എടാ നിന്നെ അവര് വിളിച്ചു പോലും ഇല്ലല്ലോടാ കല്യാണത്തിന്. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ സമയമില്ല. എനിക്ക് സ്വല്പം മ്യൂസിക് കേൾക്കണം. നീ വിട്ടോ. യവൻ പോണെങ്കി പോട്ട്. അമ്മ നിങ്ങൾ റെഡിയായ? നിങ്ങളിവിടെ തൂത്തോണ്ട് നിൽക്കണം അമ്മ. കല്യാണം 11-11 ഇടയ്ക്കാണ്. സമയം ഇപ്പൊ 10:45. ഇറങ്ങണില്ലേ? ഞാൻ ഇറങ്ങിയടാ. സാരി ഉടുക്കേണ്ട താമസം. അതിനു മുമ്പ് ഒന്ന് കുളിക്കാൻ കൂടെ ചെയ്യണം. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ഒരു 5-6 ജോഡി ഡ്രസ്സ് നിന്റെ അച്ഛന്റെ അവനെ കൊണ്ട് അതുകൂടെ കഴിവിട്ട് ഇറങ്ങിയാ നമുക്ക് പോവാം. ഈ സമയമില്ലാത്ത സമയത്താ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോണ? മക്കളെ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് റെഡിയാവോ? പല്ല് തേക്കാൻ ഒരു 10 മിനിറ്റ്. അപ്പൊ പല്ലും തേച്ചില്ലേ നിങ്ങള്? ഇല്ല, നീ പേടിക്കണ മക്കളെ. നീ പോയി പൗഡർ കെട്ടി നിന്നോ. ഞാൻ സാരി കൊടുത്ത് പല്ലും തേച്ച് കുടിച്ചോണ്ട് എന്തെങ്കിലും ചെയ്തോണ്ട് വരാം കേട്ടാ. ഓക്കെ. ഒരു 5 മിനിറ്റ് കിട്ടിയിരുന്ന വീടൊന്ന് കഴുതി ഇറക്കായിരുന്നു. ഇപ്പൊ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ? നീ കല്യാണത്തിന് പറഞ്ഞില്ലേടാ? നീ കല്യാണത്തിന് പറഞ്ഞില്ലേന്ന്? ചെറുക്കാൻ നീ കല്യാണത്തിന് പറഞ്ഞില്ലേന്ന്? ഞാൻ കല്യാണത്തിന് പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞതില്ലേ? എപ്പോഴും ഇത് പറയണോ? ഞാൻ പറഞ്ഞില്ല. I have to listen some music. Okay? പറ്റൊക്കെ 5 ബോളുകൂടെ പൊഞ്ഞോട്ട് വരികയെ. 997, 998, 999. 1000 അടിയാ കഴിഞ്ഞ് ഒരടിയും കൂടെ ബാക്കിയുള്ളൂ. ദൈവമേ കൈപിടിയല്ലേ. அடுக்கடா என்ன சுத்தி நான் ஐயனாறு விட்டு கத்தி படபோரு என்ன பத்தி தனடி பொங்க வச்ச தலையட பொங்கலட துளிக்கிட்டு ഹെൽമെറ്റ് എവിടെ? ബാത്റൂമിൽ നിറഞ്ഞ ഡോർ വെക്കാൻ പറഞ്ഞാൽ ഒരുത്തനും കേൾക്കൂല. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റിൽ മൊത്തം പൊടിയല്ല. നിങ്ങളെന്തൊരു മനുഷ്യ വെള്ളയൊക്കെ ഇട്ട് നിങ്ങളാ കല്യാണ ചെറുക്കൻ? ഇന്ന് നമ്മൾ പോണ കല്യാണത്തിനെ അഥവാ കല്യാണ ചെറുക്കം വന്നില്ലെങ്കിൽ വേറൊരു കല്യാണ ചെറുക്കം വേണ്ടേ ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാനായിട്ട്? വണ്ടി അടിക്ക്. അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ട് തളിപ്പിടിച്ചോണ്ട് വരണേ? എന്താ വണ്ടിയിലെ ട്രിബിൾസ് പോവൂല. നാട് മൊത്തം ക്യാമറയാണ്. അവന്മാര് സ്നാപ്പ് അടിച്ച് വിടും. അയ്യോ പറയുമ്പോൾ അത് ശരിയാണല്ലേ? കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ രണ്ടുപേരെ നടുക്കിരുന്നോളാം. കൈക്കുഞ്ഞാണെന്ന് വിചാരിച്ചോളൂ. ഒരു കൈക്കുഞ്ഞ്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം.
നീ വരണ്ട മക്കളെ, ഞാൻ അച്ഛനോട് പോയിട്ട് വരാം. അയ്യേ അതെന്തൊരു വർത്താനമ്മ, നിങ്ങൾ വരണ്ട, ഞാനും അച്ഛനും കൂടെ പോയിക്കോളാം. എനിക്ക് പായസം കുടിക്കണം. ആഹാ, അത് കൊള്ളാല്ല. അപ്പൊ എനിക്ക് പൈസ കുടിക്കണ്ടേ? പായസം കുടിച്ചാനേ നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ അമ്മ? ഞാൻ ഇൻസുലിൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. അത് പറ്റൂല. പറ്റും. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് കയറിയാണ്, സമയം പോണ്. എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്നോട് പോയിട്ട് വരി. ആ നല്ല തീരുമാനം, നമുക്ക് പോവാ അച്ഛാ. ഞാനിപ്പോ ഒരുങ്ങി ഇറങ്ങിയതല്ലേ, വീട്ടിൽ കയറുന്നില്ല. ചന്ദ്രന് വീട്ടിൽ പോയിരിക്കാൻ പോകണം. സമയമെങ്കിലും പോ. ഞാൻ നീ പോകുമ്പോഴേ ആ ഫ്രണ്ട് ഡോർ അടച്ചിട്ട് പോണേ. ഓ പിന്നെ ശരി, പോയിട്ട് വരി. അച്ഛാ ഒരു സെക്കൻഡ്, ഞാൻ ഡോർ അടച്ചിട്ട് വരാമേ. ഓടാ, പെട്ടെന്ന് പോയി അടിച്ചിട്ട് വാ. വിട്ടോ വിട്ടോ, വണ്ടി പെട്ടെന്ന് വിട്ടു. അവ ഇപ്പൊ വരും. ബോളി പായസമൊക്കെ കുടിക്കാതെ മരിക്കും. മക്കളെ ടാറ്റാ. അമ്മ അയ്യോ, ദാ വന്നു. എഴുന്നേൽക്ക്. അമ്മ നിൽക്കാമ്മ. അച്ഛാ അച്ഛാ. പല്ലാത്ത ചാടി അല്ലാക്കില്ലായി. വെള്ളം തീർന്ന അമ്മ, വെള്ളം തരുന്ന മോട്ടറടി. പല്ലാത്ത ചാടി വെള്ളം തരിക വന്നില്ലേ? അമ്മ, മോട്ടർ. പല്ലാത്ത ചാടി. അമ്മ, അമ്മ, അച്ഛാ, എടാ അനിയ, അമ്മ, അമ്മ, അമ്മ മോട്ടറിയമ്മ. അച്ഛാ, ആരുമില്ല അവിടെ. ഈശ്വര, കടവ് കൂട്ടി. അമ്മ, അമ്മ, വാ. സമയം കുറെ ആയില്ല. അവരിതുവരെ വന്നില്ല. അമ്മ, അമ്മ, പുറത്തായൂലേ? അയ്യോ. 2001, 2002, 2003 കഥവങ്ങാനും കുത്തി പൊളിച്ചാല വേണ്ട, അച്ഛൻ പൊളിക്കുമല്ല. ഹലോ, ഇവിടെ ആരുല്ലേ? ഉണ്ട് ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഞാനിപ്പോ ബാത്റൂമിലാണ് ഇരിക്കണ. ബാത്റൂമിലാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ബാത്റൂമിലത്തേക്ക് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ സാർ. ഷാർപിക്, ഡിമോക്സ്, ഷൈസോൾ, അങ്ങനെ കുറെ ഉണ്ട്. എടുക്കട്ടെ? എനിക്ക് അതൊന്നുമല്ല വേണ്ട ഇപ്പൊ. ഓ, അപ്പൊ ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് ആയിരിക്കും വേണ്ടത്. ബ്രഷ് ഉണ്ട് സാർ, കൂടെ സോപ്പും ഉണ്ട്. അതൊന്നും അല്ല, ഞാൻ ഇവിടെ ബാത്റൂമിൽ പെട്ട് കിടക്കുകയാണ്. അതൊക്കെ ഇപ്പൊ ബാത്റൂമിലാക്കിയാ? എന്തായാലും അല്ല, ഈ പെറ്റി എടുക്കണതേ. പെറ്റല്ല പെണ്ണ്, പെട്ട് കിടക്കുകയാണ്. ഞാൻ വീട്ടിലുള്ളവരെല്ലാരും കൂടെ ഞാൻ കല്യാണത്തിന് പോയിരിക്കണം. ഞാൻ ബാത്റൂമിൽ ഇരിക്കുന്നത് അറിയാതെ അവർ പുറകിൽ നിന്ന് കുറ്റിയിട്ട് പോയി. എന്നെ അങ്ങനെ തുറന്നു വിടണം, രക്ഷിക്കണം. അയ്യോ, അതായിരുന്നല്ലേ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ അകത്തോട്ട് കേറിക്കോട്ടെ? അല്ലാതെ അവിടുന്ന് മായാജാലം കാട്ടി ഇവിടുത്തെ ലോകം തുറക്കാൻ പറ്റൂലല്ല. ഞാൻ കേറുവാണ്. എടി കുസു, ആ വള്ളം വലിച്ച് ചെറിയ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണോടി. അതാണ് എന്റെ അഭിലാഷം. നടക്കോടി. ചില പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരു വഴി കിട്ടിയടി. എന്താടി താൻ നോക്ക്. ഇതാ അമ്മണിയുടെ മോളല്ലേ? ഓടി, അവക്കെന്ത് ഇവിടെ കാര്യം? നീ വാ, നമുക്ക് നോക്കാം. നീ ഇങ്ങോട്ട് കേറി വന്നാണ്. ഞാൻ ദാ എത്തി. ഇത് നമ്മള് മാത്രം അറിഞ്ഞാതി കേട്ടാ. പിന്നെ ഞാൻ ഇതെല്ലാം നാട്ടുകാർക്ക് പാടിക്കൊണ്ട് നടക്കയില്ലേ? പിഴച്ചടി അവൻ. ഇതെങ്ങാനും പുറത്തറിഞ്ഞാലാണ്. ഇനി പറഞ്ഞ എന്ത്? ഇത് എല്ലാരും ജീവിതത്തിൽ നടക്കണത് തന്നെ. നീ പെട്ടെന്ന് തുറ. ആക്രാന്തം കാണിക്കാതാ. ഇതാരാ? അവന്റെ ഭാര്യ. എടാ മക്കളെ, ഇതെന്തരാ? കാര്യം ഞങ്ങൾ പറയാം. പട്ടാപ്പകൽ നിങ്ങളില്ലാത്ത നേരത്ത് നിങ്ങളുടെ മകൻ നിങ്ങളുടെ വീട്ടിൽ അനാശാസ്യം നടത്തി. കുടുംബശ്രീയുടെ പ്രസിഡന്റിന്റെ മകൻ എന്ന നിലയ്ക്ക് നാട്ടുകാരായ നമ്മൾ ഇവനെ പഞ്ഞിക്കിട്ടില്ല.
മറിച്ച് രണ്ടെണ്ണത്തിനെ പിടിച്ച് കെട്ടിച്ചു. മാതൃകയായി ഞങ്ങൾ. അനാശാസം ഞങ്ങൾ ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല. എനിക്ക് ഒന്നും അറിഞ്ഞൂടാ അച്ഛ. പാട്ടും കേട്ട് ബാത്റൂമിൽ തൂറാൻ കയറിയതാണ്. തിരിച്ചറിയപ്പോ എന്തൊക്കെയോ സംഭവിച്ച്. ഇനിയിപ്പൊ ഞാൻ അവൾക്ക് എന്തിനു പറയുമെന്തോ. ശൈലജ, ഹലോ. നിങ്ങളൊന്ന് നേരത്തെ പോയി കളഞ്ഞ. ഇവിടെ സദ്യ കഴിഞ്ഞപ്പോഴേ കുറെ ഗുലാബ് ജാമും ഐസ്ക്രീം ഒക്കെ വാരിക്കോരി തന്നു. ഞാനും അവനോട് കുറെ കഴിച്ച്. നമ്മളിപ്പോ അടുക്കളയ്ക്ക് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വരാമേ. ഇവിടെ നമ്മളെ വീടിന്റെ അടുക്കള കൂടാനേ കുറച്ച് കൂട്ടുകാർ വന്ന് നിപ്പുണ്ട്. നീ വേഗം വാ.